ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel fasting, a prayer for the world. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ പുകഴ്ച, യേശുവേ ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ആയ കർത്താവിന് സ്തോത്രം. രാജാവിനും മഹത്വം, കുഞ്ഞാടിനും ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ആയ കർത്താവിന് സ്തോത്രം. രാജാവിനും മഹത്വം, കുഞ്ഞാടിനും ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ പുകഴ്ച, യേശുവേ ആരാധന. സമാധാന പ്രഭുവേ ആശ്വാസദായക, ആരുമില്ലാത്തവർക്ക് അഭയം നീയേ. ആകുലങ്ങൾ നീക്കും ആനന്ദമേകിടും, ആദിയും അന്ത്യവും ആകുന്നോനേ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ പുകഴ്ച, യേശുവേ ആരാധന. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദിവ്യകാരുണ്യ യേശുവിനെ നമുക്ക് നോക്കാം. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അവനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ അവിടുന്ന് പരിഹരിക്കണമേ. ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും എന്ന്. ജീവൻ അറ്റുപോയ, ദിവസങ്ങൾക്ക് മുമ്പേ അടക്കം ചെയ്ത ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈശോ ഇത് പറയുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ വിശ്വാസം കൈമോശം വരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. പൂർവ്വ ഇസ്രായേലിനെ പോലെ ഒരുപാട് അവിശ്വസ്തതയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്.
ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ രണ്ടായി പകുക്കുന്നതും യോർദാന്റെ താഴ്വരകൾ മറികടക്കുന്നതും ജെറീക്കോ കോട്ടകൾ തകർന്നു വീഴുന്നതും മഹാമാരികളിൽ നിന്ന് ദൈവജനത്തെ ചേർത്തു പിടിക്കുന്നതുമെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഓ ഈശോ, ഇപ്പോഴും ഒട്ടേറെ അവിശ്വസ്തത സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ അവിടുന്ന് പരിഹരിക്കണമേ. ഓ ഈശോ, ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. അന്ന് കെസരിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? അവർ ഓരോ മറുപടി പറഞ്ഞു. ഈശോ ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, ഓ ഈശോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. ഉടനെ തന്നെ ഈശോ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തി തന്നത്, മറിച്ച് സ്വർഗസ്ഥനായ ദൈവമാണ്. കർത്താവായ ഈശോയെ, വിശ്വാസത്തിൽ ഒരുപാട് കുറവ് വരുന്ന മനുഷ്യരുള്ള കാലഘട്ടമാണല്ലോ ഇത്. പരിഭ്രാന്തി പരത്തുന്ന സംഭവങ്ങൾ ലോകത്തിൽ നടക്കുമ്പോഴും ഞങ്ങളുടെ വിശ്വാസം വല്ലാതെ ചഞ്ചലപ്പെട്ട് പോകാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടോ? ഞങ്ങൾ ഈശോയെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ ഓ ഈശോ വളരെ അധികമായി പ്രത്യേകിച്ചും യുവതി യുവാക്കളുടെ മനസ്സിൽ ആവർത്തിച്ച് തികട്ടി വരാറുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ നീ പരിഹരിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ മക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഒരു പക്ഷേ വിശ്വാസത്തിലൂടെ അവർ വളർന്നു വലുതായി അവരുടെ ജീവിതത്തിൽ നിർണായകമായ സമയം വന്നപ്പോൾ അവർ വിശ്വാസത്തിൽ നിന്ന് വഴുതി മാറി. ഇതിനെ ഓർത്ത് വേദനിക്കുന്ന, നിരന്തരം കണ്ണീരോടും വേദനയോടും കൂടി മാത്രം കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയവും മനസ്സും ഉയർത്തുന്ന ഒട്ടേറെ ജീവിതങ്ങളില്ലേ? ഇതാ ഇന്ന് നാം പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കളുടെ പാപം മൂലം, പ്രത്യേകിച്ചും അവരുടെ വിശ്വാസക്കുറവ് മൂലം യേശുവിനെ മുറിവേൽപ്പിച്ചിരിക്കുന്ന എല്ലാ പാപകരമായ സാഹചര്യങ്ങളെയും ഓർത്തുകൊണ്ട് ഈശോയോട് നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ യേശുവിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കളെ യേശുവിലേക്ക് നമുക്ക് കൊടുക്കാം. യുവാവേ എഴുന്നേൽക്കുക, യുവാവേ എഴുന്നേൽക്കുക. യേശുവിൻ്റെ ആജ്ഞാവചനമാണത്. യുവാവേ, പ്രത്യേകിച്ചും ഈ ലോകം നിന്നെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. കാണുന്നതിൽ മാത്രം വിശ്വസിക്കാനും കാണാത്തതിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഈ ലോകം അന്ധമാക്കി കളയുന്നു. ഓ ദൈവമേ, ഞങ്ങൾ എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ അവിശ്വാസത്തിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ. അവരുടെ മനസ്സിനും ബുദ്ധിയിലും ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ബെനഡിക്റ്റ് 16 മാപ്പ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയാണ് എന്ന്. അതെ, പിതാക്കന്മാരോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന്, പ്രത്യേകിച്ചും ഇന്നും വിശ്വാസത്തിൽ നിലകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ. യുവതി യുവാക്കളുടെ മേൽ അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ. അവരുടെ അവിശ്വസ്തതയുടെ മുറിവുകളെ നീ എടുത്തു മാറ്റണമേ കർത്താവേ. പ്രത്യേകിച്ചും ഈ ശാസ്ത്ര ലോകം അവരുടെ മനസ്സിൽ വെച്ചു കൊടുക്കുന്ന എല്ലാ തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ കർത്താവേ. അവർക്കൊരു ദൈവമുണ്ടെന്ന്, അവരെ കാത്തിരിക്കുന്ന ഒരു ഈശോ ഉണ്ടെന്ന്, അവരെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളൊരു പരിശുദ്ധാത്മാവുണ്ടെന്ന് അവർക്കെല്ലാവർക്കും ബോധ്യം കൊടുക്കണമേ.
സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഈശോ യുവതിവാക്കളിലേക്ക് ഇറങ്ങി വരട്ടെ, അവൻ്റെ സ്നേഹം ഇറങ്ങി വരട്ടെ, അവൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഈശോയെ, കരുണതൻ കരം നീട്ടണേ, ദയയോടെ നോക്കണമേ. കരുണതൻ കരം നീട്ടണേ, ദയയോടെ നോക്കണമേ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ഈശോയിലേക്ക് നമുക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ലോകം മുഴുവനിലുമുള്ള 10,000-കണക്കിന് യുവതി യുവാക്കളെ, അതിൽ നമ്മുടെ മക്കളുണ്ടായിരിക്കാം, നമ്മുടെ രക്തബന്ധത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, അല്ലാത്തവരുണ്ടായിരിക്കാം. ഇന്നും ഗേ പരേഡുകൾക്കും തെറ്റായ സിദ്ധാന്തങ്ങളുടെയും പിറകെ പോകുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. സ്നേഹത്തോടെ നമുക്ക് ഈശോയിലേക്ക് കൊടുക്കാം. അവരുടെ കണ്ണുകളെ, അവരുടെ ബുദ്ധിയെ അന്ധമാക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവരെ വിടുതൽ പ്രാപിക്കണം. അവർക്കൊരു യേശുവുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്, അവരെ കാത്തിരുന്ന് അവരെ മാറോട് ചേർക്കുന്നൊരു കർത്താവുണ്ട്. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം നീട്ടണമേ. യുവാക്കളുടെ ഏറ്റവും സങ്കേതമായ ഈശോയെ, യുവാവായ ഈശോയെ, നിന്റെ ആണിപ്പാടുള്ള കരം നീട്ടി എല്ലാ യുവതി യുവാക്കളെയും ചേർത്ത് പിടിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ഓ ഈശോയെ, ഈ മഹാമാരിയുടെ കാലഘട്ടം ഞങ്ങൾക്ക് ദൈവത്തിലേക്ക് അടുക്കുന്ന കാലഘട്ടമായി മാറണം. ദൈവത്തെ പഴിക്കുകയും മറ്റുള്ളവരെ പഴിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായി ഒരിക്കലും മാറുവാൻ നീ അനുവദിക്കരുത്. ഓ ദൈവമേ, ഞങ്ങളിൽ പലരും അങ്ങേ ആകുന്നുണ്ട്. എവിടെ ദൈവമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം പ്രസംഗിക്കപ്പെട്ട യേശു എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. മാമലകളെ മാറ്റിമറിക്കുന്നൊരു കർത്താവുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കർത്താവ് എവിടെ പോയി എന്നുള്ള ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളെക്കാൾ അധികം നീ അത് കേൾക്കുന്നുണ്ടല്ലോ. കരുണയോടെ കാക്കണമേ കർത്താവേ, സ്നേഹത്തോടെ നോക്കണമേ ഈശോയെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. ഈ കാലഘട്ടം സമൂഹത്തിന്, ചരിത്രത്തിന്, തിരുസഭയ്ക്ക് വലിയൊരു മാറ്റത്തിനുള്ള കാലഘട്ടമായി മാറണമേ കർത്താവേ. അങ്ങയുടെ കരം നീട്ടണമേ, അങ്ങയുടെ കരം നീട്ടണമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ കരം നീട്ടണമേ. ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ഈശോയിലേക്ക് സ്നേഹത്തോടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ സമർപ്പിക്കുക. ഒരുപക്ഷെ ഒറ്റപ്പെട്ട ഫ്ലാറ്റുകളിലോ വൃദ്ധഭവനുകളിലോ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്നവരായിരിക്കാം നിങ്ങൾ. മക്കളെ പഴിക്കരുതേ, അവർ നിങ്ങളുടെ സ്വന്തമല്ലേ? അല്ല, നിങ്ങളുടെ സ്വന്തം എന്നതിനേക്കാൾ അവർ ദൈവത്തിൻ്റെ സ്വന്തമല്ലേ? അവരെ പഴിക്കാൻ നമുക്ക് അവകാശമില്ല. അവർ തെറ്റായ സിദ്ധാന്തങ്ങളുടെ പിറകെ പോകുന്നവരാണ് എങ്കിൽ, സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കഴിയുന്നത് എങ്കിൽ സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാം. അവരുടെ പിറകെ യേശുവുണ്ട്. ഒരു വേട്ടപ്പട്ടിയെ പോലെ അവൻ ഓടി നടക്കുന്നുണ്ട്. ഈ നാളുകളിലും അവൻ ഓടി നടക്കുന്നുണ്ട്. ഓ ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും സ്നേഹത്തോടെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവരെ ചേർത്ത് പിടിക്കണമേ, സ്നേഹിക്കണമേ, അവർക്ക് നീ ഉണ്ടെന്ന് പറയണമേ.
അവർ ഒരിക്കലും തനിയെ അല്ല എന്നവർക്ക് ബോധ്യം കൊടുക്കണമേ. പ്രത്യേകിച്ചും വിവിധങ്ങളായ ഡ്രഗ്സിനും ആൽക്കഹോളിസത്തിനും എല്ലാം അഡിക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ ആരാധന മണിക്കൂറിൽ അവിടുന്ന് വിടുവിക്കണമേ, അവരെ മോചിപ്പിക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. കൈകളിലെടുക്കണമേ മക്കളെ, ചങ്കോടു ചേർക്കണമേ. കൈകളിലെടുക്കണമേ മക്കളെ, ചങ്കോടു ചേർക്കണമേ. ജോലിയില്ലാതെ വലയുന്നവർ, ഈ നാളുകളിൽ ജോലി നഷ്ടപ്പെട്ടവർ, ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷയും നശിച്ചു പോയതുകൊണ്ട് വല്ലാതെ നിരാശയിൽ നിബന്ധിച്ചിരിക്കുന്ന യുവതി യുവാക്കൾ, പ്രത്യേകിച്ചും IT പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, ഓ കർത്താവേ, അവരുടെ സമീപത്ത് നീ ഉണ്ടല്ലോ. അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നീ ഉണ്ടല്ലോ. അതെ, കർത്താവുണ്ടല്ലോ. അവന് ഒരിക്കൽ കൂടി അവരുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം കൊടുക്കണമേ. നിരാശയിലേക്ക് തലതാഴ്ത്തുന്ന ഹൃദയങ്ങളെ അവരോട് പറയണമേ, എഴുന്നേൽക്കുക, വരിക, ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന്. ഈശോയെ, നിന്റെ മക്കളെ സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈകളിലെടുക്കണമേ മക്കളെ, ചങ്കോടു ചേർക്കണമേ. കൈകളിലെടുക്കണമേ മക്കളെ, ചങ്കോടു ചേർക്കണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16, 17, 18 തിരുവചനങ്ങളാണ് ഈ ദിവസം നാം ധ്യാനിക്കുന്നത്. ഷദ്രാക്കും മെഷാക്കും അബദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. സഹോദരങ്ങളെ, ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 3-ാം ദിവസത്തിലാണ് നാം ഇന്ന്. ഈ ദിവസങ്ങളിൽ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ ഓർക്കുന്നു. നിങ്ങളെടുത്ത ഈ തീരുമാനം തീർച്ചയായും ചരിത്രത്തിലും ലോകത്തിലും വലിയ മാറ്റത്തിന് നാഴികയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നാം നമുക്ക് വേണ്ടി മാത്രമല്ല സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്നത്, ലോകം മുഴുവനും വേണ്ടിയാണ്. ഈശോ തീർച്ചയായും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. ഈ ഭാഗം നിങ്ങളിൽ പലർക്കും പരിചയമുള്ളതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രവാചകനായ ദാനിയേലിനെ പോലെ 3 ചെറുപ്പക്കാരോടും പ്രത്യേകമായ സ്നേഹം ബാബിലോണിലെ രാജാവായിരുന്ന നെബൂഖദ്നേസറിന് തോന്നി. പ്രത്യേകം അവരോട് യാതൊന്നും ഉണ്ടായിരുന്നിട്ടല്ല, മറിച്ച് അവർ ജ്ഞാനത്തിൽ ഉന്നതരായിരുന്നു. മാത്രവുമല്ല, അവരുടെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടെന്നുള്ള ബോധ്യം നെബൂഖദ്നേസർ വിജാതീയനായി രാജാവിനുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടു, ഞാനൊരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കുന്നു, നിങ്ങളെല്ലാവരും വന്ന് ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കണം. ആ ദേശത്തെ പ്രവിശ്യകളിലെ എല്ലാ നേതാക്കന്മാരും ജനങ്ങളും വന്ന് രാജാവുണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ ഈ 3 ചെറുപ്പക്കാർ മാത്രം വിഗ്രഹത്തിൻ്റെ പിറകെ പോയില്ല. ഉടനെ തന്നെ ദേശവാസികളിൽ നിന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് കൊണ്ടുവന്ന് ഏൽപ്പിച്ച ആ 3 ചെറുപ്പക്കാര് ഇതാ അങ്ങുണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. ഉടനെ തന്നെ അവരെ പിടിച്ചുകൊണ്ടുവന്നു. അവർ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ, പക്ഷേ ഞങ്ങൾ ആരാധിക്കുന്നത്
ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവത്തെയാണ്. എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ, ആ 3 ചെറുപ്പക്കാർക്ക് അറിയാമായിരുന്നു അവർ ആരെയാണ് ആരാധിക്കുന്നത് എന്ന്. സത്യത്തിൽ വലിയ ഭീഷണിയാണ്. അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ അവർക്കിടയുണ്ട്. നാളെ പ്രഭാതം അവർ കാണില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. എങ്കിലും അവർ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, രാജാവ് നെബൂഖദ്നേസർ രാജാവേ, അങ്ങ് നീണാൽ വാഴണം, പക്ഷേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കില്ല. ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, നിങ്ങളെ 3 പേരെയും കത്തുന്ന തീച്ചൂളയിൽ എറിയും. അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: കത്തുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. പ്രാർത്ഥനയുടെ 1ാമത്തെ തലമാണിത്. കത്തുന്ന തീച്ചൂളയിൽ നീ എറിഞ്ഞാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഇത് 1ാമത്തെ തലമാണ്. എന്നാൽ 2ാമതായി അവർ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇനി അഥവാ ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ വന്നില്ലെങ്കിൽ കൂടി ഞങ്ങൾ നിന്നെ ആരാധിക്കില്ല, ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നതുകൊണ്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവം നിങ്ങളിൽ പലരെയും, മറ്റ് വിശ്വസിക്കാത്ത പലരെയും എന്നതുപോലെ തന്നെ നിങ്ങളിൽ പലരും രോഗികളായിട്ട് മാറിയിട്ടില്ലേ? അപ്പാർട്ട്മെൻറ്റുകളിൽ, ജോലിയിടങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ വല്ലാതെ വേദനിക്കുന്നവരല്ലേ നിങ്ങളിൽ പലരും? മറ്റുള്ളവർ മരിച്ചു വീണതുപോലെ തന്നെ വിശ്വാസികളും മരിച്ചു വീണിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായി തന്നതുകൊണ്ടല്ല. അതുകൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ എല്ലാം ഉപരി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ആരാധിക്കാനാണ്. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ആരാധിക്കാനാണ്. അതുകൊണ്ട് ഈ 3 ചെറുപ്പക്കാർ പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവേ, അഥവാ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചില്ലെങ്കിലും, ഞങ്ങളെ രക്ഷിക്കാൻ കടന്നു വന്നില്ലെങ്കിലും നിന്നെ ഞങ്ങൾ ആരാധിക്കില്ല, ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. സഹോദരങ്ങളെ, മഹാമാരിയുടെ കാലയളവിൽ ചെറുപ്പക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ക്രൂഷ്യലാണ്, ക്ലേശം പിടിപ്പിക്കുന്നതാണ്, ഉത്തരം പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതാണ്. ദേവാലയങ്ങൾ അടഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പള്ളിയിൽ പോകുന്നില്ലെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഞങ്ങൾ ജോലിയിൽ നിന്ന് ലോക്ക്ഡൗൺ ആയി ഔട്ടായിപ്പോയി, ഞങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ചോദ്യങ്ങൾ ഒരു പിടിയാണ്. ഉത്തരങ്ങൾ പറയാൻ വൈദികർക്ക് പറ്റണമെന്നില്ല, സഭാ ശുശ്രൂഷകർക്ക് കഴിയണമെന്നില്ല. പക്ഷേ യുവാവേ, യുവതി, ഈശോ നിന്നെ കാത്തിരിക്കുന്നു. ഈശോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിന്റെ ജോലി നഷ്ടപ്പെട്ടെങ്കിലും, പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഈശോ നിന്നെ കാത്തിരിക്കുന്നു. ഈശോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നമുക്ക് സ്നേഹത്തോടെ ഈ അനുഗ്രഹീതമായ ദിവസം എല്ലാ യുവതിയുവാക്കളെയും ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഒരു പക്ഷേ അവർ ഈ നാളുകളിൽ ദൈവനിഷേധത്തിലേക്ക് ഒരുപാട് പോയിട്ടുണ്ടായിരിക്കാം. കൗദാശികപരമായ ജീവിതത്തിൽ നിന്ന് വഴുതി മാറിയതുകൊണ്ട് വളരെ വേറിട്ടൊരു വഴിയിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. മാതാപിതാക്കളെ, നമ്മൾ വിഷമിക്കരുത്. ആനുപാതികമല്ലാത്ത വിധത്തിൽ മനസ്സ് നിരാശയിലേക്ക് കൊണ്ടുപോകരുത്. നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. വിശ്വസിച്ചാൽ ദൈവമഹത്വം നമ്മൾ ദർശിക്കും. സ്നേഹത്തോടെ യേശുവിലേക്ക് നമ്മുടെ മനസ്സ്, ഹൃദയം കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ യേശുവേ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസത്തിലാണ് ഞങ്ങളിന്ന്. രോഗികളുടെ എണ്ണം പെരുകുന്നു, ക്ലേശിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. എല്ലാവരും ഭയത്തിന്റെ വക്കിലാണ്. ഞങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയില്ല. എങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തവനാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞവനാണ്. ഞങ്ങൾ വേണ്ട എന്ന് വെച്ചാലും ഞങ്ങളെ വേണ്ട എന്ന് വെക്കാത്ത ദൈവമാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ നമ്മളെ തന്നെ കൊടുക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ
മുട്ടുകൾ കുത്തി സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ദാനിയേൽ 9:19 ഏറ്റു പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനിലുമുള്ള യുവതി യുവാക്കളെയാണ്. അവർ വിശ്വസിക്കുന്നവരോ അവിശ്വസിക്കുന്നവരോ ആയിക്കൊള്ളട്ടെ, അവർ വേറെ ഏതെങ്കിലും സിദ്ധാന്തങ്ങളുടെ പിറകെ പോകുന്നവരായിക്കൊള്ളട്ടെ, പ്രിയമുള്ളവരെ, സകലരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ശ്രവിക്കണമേ, കർത്താവേ, പൊറുക്കണമേ എന്ന്. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, പൊറുക്കണമേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ, കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. ഈശോയുടെ വിശുദ്ധമായ കുരിശിൻ്റെ നാമത്തിൽ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്യത്തിലൂടെയും പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ച് ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മാറിൽ അർപ്പിക്കപ്പെട്ട 4.5 ലക്ഷം ദിവ്യബലികളുടെ യോഗ്യതയാൽ കാൽവരി കുന്നിൽ അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ഏകവും പരിശുദ്ധവുമായ ബലിയുടെ യോഗ്യതയാൽ ദൈവമക്കളുടെ മേലുള്ള എല്ലാ നിരാശയും, എല്ലാ വിപരീതമായ ചിന്തകളും, എല്ലാ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന ചിന്തകളും മനുഷ്യപുത്രൻ്റെ അടയാളമായ കുരിശിനാൽ ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും അകന്നു പോകട്ടെ. ദൈവമക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഈ നാളുകളിൽ വന്നുപോയിട്ടുള്ള എല്ലാ പൈശാചികമായ സ്വാധീനങ്ങളുടെ ഇടപെടലുകളിൽ നിന്നും സമ്പർക്കങ്ങളിൽ നിന്നും എല്ലാ യുവതി യുവാക്കളും പരിപൂർണമായി ഈ മണിക്കൂറിൽ മോചിതമാകട്ടെ. യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തി വെളിപാട് 2:10 12:11 ശക്തിയാൽ പരിപൂർണമായി മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In the mighty and the powerful name of our Lord and Savior Jesus Christ, by the power of the Holy Cross, by the power of the precious blood of our Lord and Savior Jesus, I command you, Satan, and all other evil spirit, depart from us, from every youth right now, in the mighty and the powerful name of Jesus. ഈശോയെ, ദൈവമക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവമക്കളെ ഇപ്പോൾ വിടുവിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹം കാണിക്കണമേ. സ്നേഹത്തോടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ